അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 233 ആയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ ലാ തുദാറ വാലിദത്തും بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أراد فصالا عن تراض منهما وتشاور فلا جناح عليهما لا تكلف نفس ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. കാഫ് ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചരിച്ചു കൊടുക്കുക കേട്ടോ. തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ നഫ്സുൻ ഇല്ലാ വുസ്അഹാ. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. സീനിന് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹംസ വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക, മണിക്കാതെ ഓതുക കേട്ടോ. നഫ്സുൻ നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. നഫ്സുൻ ഇല്ലാ വുസ്അഹാ. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിന് ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. സീൻ കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂനും കൊടുക്കുക. അയണിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്ക് അവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ലാ തുദാറ വാലിദത്തും ബിവലദിഹാ. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. വാദ് ഇസ്തിഅലാഇൻ്റെയും ഇത്ബാഖിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തർഫീം ചെയ്യുക. വാദിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ശ്രദ്ധ വന്നു. അതേപോലെ തന്നെ ശ്രദ്ധയും വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ശ്രദ്ധയോ ഒറിജിനൽ സുക്കൂനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ 6 കൗണ്ട് വരെ നിർബന്ധമായിട്ടും നീട്ടണം. മദ് ലാസിമാണ്. 6 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടി കൊടുക്കുക കേട്ടോ. റോക്ക് കനം കൊടുക്കുക, മണിക്കാതെ ഓതി കൊടുക്കുക കേട്ടോ. വാവിൻ്റെ കൂടെ അലിഫ് സഗീറ വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ടാക്ക് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം യഖലാബിൻ്റെ അക്ഷരമായിട്ടുള്ള ബാ വന്നു. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിന് നമ്മൾ മീമാക്കി മാറ്റി മറിച്ചിട്ട് ഒന്നയോട് കൂടി ഒതി കൊടുക്കുക. മീമാക്കി മാറ്റി മറിക്കും ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന കൊടുക്കും ചെയ്യുക കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു കാല താഴോട്ടുള്ള ചെറിയ മീമിനെ കാണുന്നുണ്ട്. ഇതാണ് യഖലാബിൻ്റെ മീം. ബിവലദിഹാ വലാ മൗലൂദ്. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ഹ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്യുക കേട്ടോ. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൗലൂദുൻ ലഹു ബിവലദിഹി. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ദാലിന് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിലാഹുവിൻ്റെ അക്ഷരമായിട്ടുള്ള ലാമ വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിന് നമ്മൾ ലാമിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഒന്ന കൊടുക്കാതെ ഓത്. മൗലൂദുല്ലഹു എന്ന് പറഞ്ഞ് മണിച്ചിട്ട് അവിടെ ഓതരുത്. മൗലൂദുല്ലഹു ബിവലദിഹി അതുപോലെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്ക് അവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. അയിനിൻ്റെ സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. മഖ്റജ് വരുന്നത് വസത്തുൽ ഹൽക്കാണ്, തൊണ്ടയുടെ മധ്യഭാഗം. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. വാവിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. സ റോ കെസ്രയാണ്. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. സ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റവും നാവിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് സ പുറപ്പെടുന്നത്. നാവിൻ്റെ കുറച്ച് രൂപം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് കുറച്ച് എയർ പാസ് ചെയ്യുന്ന സൗണ്ടും കൊടുക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. വാരിസി മിസ്ലു ദാലിക്.
സ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇവിടെയും സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണല്ലോ പുറപ്പെടുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. ദാലിക്, ദാലിൻ്റെ കൂടെ അലിഫ് സഗീറ വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ദാലിനെയും ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള കൈല വന്നിട്ടുണ്ട്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് കാഫിന് സുക്കൂന് കൊടുക്കുമല്ലോ, സുക്കൂനാവുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കും വേണം, പിന്നെ ഒരു എയർ പാസ് ചെയ്യുന്ന സൗണ്ടും കൂടി കൊടുക്കുക. മിസ്ലു ദാലിക്, അതുപോലെ വഖഫ് ചെയ്യാം കേട്ടോ. ഫഇൻ അറാദ, ഫ ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് ഫ ഉച്ചരിക്കുന്ന സമയത്ത് മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെക്കുക കേട്ടോ. വെറ്റായ ഭാഗത്ത് വെക്കുക, നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസ വന്നു. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾക്കണം. ഫഇൻ അറാദ, റോ ഫത്തഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കണം. ദാലിൻ്റെ കൂടെയും അലിഫ് മദ്ദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടി കൊടുക്കുക കേട്ടോ. ഫിസാലൻ ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. സ്വാദ് ഇസ്തിഅലാഇൻ്റെയും റുബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫീം ചെയ്യുക കേട്ടോ. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിന് ഫതഹ് തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഐനാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. ഫിസാലൻ ഇവിടെ നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക കേട്ടോ. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. അതിൻ്റെ മുന്നേ നമ്മൾ നൂൻ സാക്കിനയെ വ്യക്തമായിട്ട് കേൾക്കണം എന്നായിരുന്നു അല്ലേ പറഞ്ഞിരുന്നത് ഇദ്ഹാറിൽ. പക്ഷേ ഇഖ്ഫായിൽ എന്താണ്, നൂൻ സാക്കിനയുടെ സൗണ്ടിനെ ഒന്ന് മറച്ചു വെക്കും വേണം, അതോടൊപ്പം തന്നെ മണിക്കും വേണം. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. മിൻഹുമാ, വാദ് കസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള മീം വന്നു. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതി കൊടുക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് മദ്ദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക കേട്ടോ. റോക്ക് കസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. രാ എന്നുള്ള സൗണ്ട് കൊടുക്കും വേണം, ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കും വേണം. പിന്നെ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കും ചെയ്യുക. ഇഖ്ഫ ആണല്ലോ, ഇഖ്ഫാൻ്റെ ലെറ്ററാണ് ശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ അലിഫ് മദ്ദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ജുനാഹ അലൈഹിമ, നൂനിൻ്റെ കൂടെ അലിഫ് മദ്ദ് വന്നു, 2 കൗണ്ട് നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവരാം കേട്ടോ. തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്ന് വരുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോകരുത്. ഹ ഹ, ഈ 2 അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരാം കേട്ടോ. അലൈഹിമ, അതിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവരാം. ഹ സൗണ്ടിന് തൊണ്ടയുടെ അവസാന ഭാഗത്തുനിന്ന് കൊണ്ടുവരിക. ഹീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മളിവിടെ വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടിയിട്ട് വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.